അച്ഛനെ ഫോൺ ഒഴിവാക്കിക്കോ. Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്? നമ്മൾ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഏതാ? ഇക്വേഷൻ റൈറ്റ് ആണോ റോങ് ആണോ? ചെക്കിംഗ് ദ ഹോമോജീനിറ്റി ഓഫ് എൻ ഇക്വേഷൻ അല്ലെ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഡയമെൻഷണൽ ഫോർമുലാസിന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. എൻ ഇക്വേഷൻ വിച്ച് ഇസ് ഡയമെൻഷനലി റോങ്, ഇസ് ഇറ്റ് ആക്ച്വലി റോങ് ഓർ നോട്ട്? ആക്ച്വലി റോങ്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ അത് ആക്ച്വലി തെറ്റാണ്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണെങ്കിലോ? ഡയമെൻഷനലി കറക്റ്റ്. ഡയമെൻഷനലി കറക്റ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്ക് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അല്ലേ? An equation which is dimensionally correct may be correct. An equation which is dimensionally wrong is actually wrong. അതായിരുന്നു നമ്മൾ അവസാനം പറഞ്ഞത് അല്ലേ? ആണോ? Yes. Y is equal to A sin BT plus CX plus D. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. Y is equal to A sin BT plus CX plus D. We are given an equation like this. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി, ക്യാപിറ്റൽ എ ഇതിന്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുലാസ് ആണ്. വാട്ട് ഇസ് ദ dimensional formula of A, dimensional formula of B, dimensional formula of C, dimensional formula of D. ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുക? അതാണ് ഇപ്പം നമ്മളെ പ്രശ്നം. ഈ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് നമുക്കൊരു
ഒരു 2 മിനിറ്റ് കൂടി കാത്തുക്കുക. എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം മനസ്സിലാവാത്ത ആരുണ്ടോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്ന് എന്നിട്ട് ചോദിക്കുകയാണ് എന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ്, ബിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ്, സിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ്, ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ്. ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പം ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണം. ഇതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറെ ഒരു ചോദ്യം കൂടി തരട്ടെ, എന്നിട്ട് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എഫ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ക്യൂബ് പ്ലസ് വി സ്ക്വയർ ബൈ ടി. വി സ്ക്വയർ ബൈ ടി വേണ്ട, എ സ്ക്വയർ ബൈ ടി. വോയിസ് മ്യൂട്ട് ആക്കണേ നിങ്ങള്. ഇവിടെ ഞാനൊരു ബീനിയും കൂടി ഉൾപ്പെടുത്താണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷന്റെ ഉള്ളില് എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷന്റെ ഉള്ളിൽ എ ബി എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. എന്റെ ഡയമെൻഷണൽ ഫോമിലെയും ബിയുടെ ഡയമെൻഷണൽ ഫോമിലെയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ആൻഡ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി. ഓക്കെ, ഇനി അതും അവിടെ നിൽക്കട്ടെ. S is equal to ut plus half at square. ഇയാൾ എവിടെയെങ്കിലും പരിചയമുണ്ടോ? S is equal to ut plus half at square. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? Have you seen an equation S is equal to ut plus half at square? നിങ്ങൾ ഇതിന് മുന്നേ ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടതായിട്ട് പരിചയമുണ്ടോ? നയൻത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ട്. S is equal to ut plus half at square, v is equal to u plus at, അതേമാതിരി v square minus u square equal to as എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതില് നമ്മള് പണ്ട് പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. ഇത് നമ്മള് പണ്ട് പഠിച്ച ഒരു ഇക്വേഷൻ ആണ്. നമ്മള് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് വോയിസ് മ്യൂട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടേ. നിങ്ങൾ ആ വോയിസ് സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ആക്കിയിട്ട് തന്നെ വെക്കേണ്ടി. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ച ഒരു വാലിഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് നമുക്കറിയാം. ഈ ഇക്വേഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ LHS ആരാണ്? LHS ആരാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആരാ? എസ്. ഡയമെൻഷൻ ഓഫ് LHS എന്താണ്? ഡയമെൻഷൻ ഓഫ് LHSന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? What is the dimensional formula of LHS? S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ് ആരാ? എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L ആണ്. L. അപ്പം LHS ൽ ഡിസ്പ്ലേസ്മെന്റ് ആണുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല L ആണ്.
RHS നമ്മൾ നോക്കുമ്പം RHS ആരാ ഉള്ളത്? RHS നമ്മൾ നോക്കുമ്പം UT പ്ലസ് ഹാഫ് AT² ആണ് ഉള്ളത്. RHS UT പ്ലസ് ഹാഫ് AT² ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത ഇക്വേഷന് വ്യത്യാസമായിട്ട് UT എന്ന് പറയുന്ന ഒരു ടേമിന്റെ കൂടെ ഹാഫ് AT² ആഡ് ചെയ്യാണ്. ഒരു ടേം പ്ലസ് വേറൊരു ടേം ആണല്ലേ ഇതില് RHS ഉള്ളത്. രണ്ട് ഡിഫറെന്റ് ടേംസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ചോദിക്കട്ടെ, UT എന്ന് പറയുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? U ആരാ? U ഇനീഷ്യൽ വെലോസിറ്റി. U ആരാ? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിലും വെലോസിറ്റി തന്നെയല്ലേ? വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ പറയും? വാട്ട്സ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് വെലോസിറ്റി? LT raised to minus 1. LT raised to minus 1 ആണ്. T ആരാ? ടൈം ആണ്. T ആരാ? ടൈം. ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല T. അപ്പൊ T raised to minus 1 into T എന്ന് പറയുമ്പം L എന്ന് എഴുതിയാൽ മതി അല്ലെ? LT raised to 0 എന്നാ വരിക. LT raised to 0 എന്ന് പറയുന്നതിനെ L എന്ന് എഴുതിയാലും പോരെ? T raised to 0 1 അല്ലേ? മനസ്സിലായോ? UT എന്ന് പറയുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? L. റെഡിയാണോ? ഡൗട്ട് ഉണ്ടോ? യെസ്. അല്ല ടി എങ്ങനെ പോയേ? അതായത് T raised to minus 1 into T എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും T എന്ന് പറഞ്ഞാൽ എന്താ? വെറും T എന്ന് പറയുന്നത് T raised to 1 അല്ലേ? വെറുതെ നമ്മൾ T എന്ന് എഴുതാണ് T raised to 1 അല്ലേ? അപ്പൊ T raised to minus 1 into T എന്ന് പറഞ്ഞിട്ടുണ്ട്. T raised to minus 1 plus 1. അതായത് T raised to 0. നമ്പർ raised to 0 1 ആണ്. അപ്പം L raised to 0 എന്ന് പറയുന്നത് L into 1. L into 1 എന്ന് പറഞ്ഞാൽ L. മനസ്സിലായോ? ഓക്കേ. യെസ്. യെസ്. ഇനി ഹാഫ് AT². ഹാഫ് AT²ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താന്ന് ചോദിച്ചു. ഹാഫ് AT²ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാഫ് എന്താ? ഹാഫ് ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ആണ്. ഹാഫ് ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്. ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഹാഫിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. എ ആരാ? എ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല LT raised to minus 2. കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം. പിന്നെ ഉള്ളത് T² ആണ്. T²ന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ T² തന്നെ. അങ്ങനെയാണെങ്കിൽ T raised to minus 2 into T². T raised to minus 2 into T² എന്താ? അതും LT raised to 0 തന്നെ. അതായത് L തന്നെ. L തന്നെ ആണോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. UT എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. UT എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. ഹാഫ് AT² എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. S എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. നിങ്ങൾക്കാർക്കും എതിരഭിപ്രായം ഇല്ലല്ലോ? ഇല്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനം, ഞാൻ കുറച്ചു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ അതിന്റെ LHSന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHSന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആവണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. LHSന്റെ ഡയമെൻഷണൽ ഫോർമുലയും RHSന്റെ ഡയമെൻഷണൽ ഫോർമുലയും ഈക്വൽ ആവണം. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്നാ, RHSല് ഒരു ടേം പ്ലസ് വേറൊരു ടേം ഉണ്ട്. RHSല് ഒരു ടേം പ്ലസ് വേറൊരു ടേം. അപ്പൊ നോക്കി നോക്കണം, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്നാല് രണ്ട് ടേമുകളെ ആഡ് ചെയ്യാണ്. എക്സാമ്പിൾ ആയിട്ട് UTനെ ഹാഫ് AT² കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ആഡ് ചെയ്യുന്ന രണ്ട് ടേമുകൾക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ആഡ് ചെയ്യുന്ന രണ്ട് ടേമുകൾക്കും ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. ഞാൻ പറഞ്ഞത് UTയുടെ ഡയമെൻഷണൽ ഫോർമുല L ആണ്, ശരിയാണോ? UTയുടെ ഡയമെൻഷണൽ ഫോർമുല L ആണ്, ശരിയാണോ? ഹാഫ് AT²ന്റെ ഡയമെൻഷണൽ ഫോർമുലയും L ആണ്. ഒരേ ഡയമെൻഷണൽ ഫോമിലുള്ള സാധനങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ഡയമെൻഷണൽ ഫോമിലുള്ള സാധനങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു അടിസ്ഥാനമായ കാര്യം അതാണ്. We can add and subtract only physical quantities having same dimensional formula. ഒരേ ഡയമെൻഷണൽ ഫോമിലുള്ള സാധനങ്ങളെ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ.
എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ് 5 കിലോ അരി പ്ലസ് 10 മിനിറ്റ് സമയം എത്രയാ? 5 കിലോ അരി പ്ലസ് 10 മിനിറ്റ് സമയം. അതെങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക അല്ലെ? 5 കിലോ അരിന്റെ കൂടെ 10 മിനിറ്റ് സമയത്തിന് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. 5 കിലോ അരിന്റെ കൂടെ വേണമെങ്കിൽ 10 കിലോ അരിനെ ആഡ് ചെയ്യാം അല്ലെ. 5 മിനിറ്റ് സമയത്തിന്റെ കൂടെ വേണേൽ 10 മിനിറ്റ് സമയത്തിന് ആഡ് ചെയ്യാം അല്ലെ. അപ്പം ഒരേ യൂണിറ്റ് ഉള്ള സാധനങ്ങളല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അപ്പം ആ ഒരു കാര്യം മറന്നുകൊണ്ട് ഞാൻ ഈ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ കാര്യം വ്യക്തമാക്കി. എന്തിനാ പറഞ്ഞാല് ഫോർ എൻ ഇക്വേഷൻ ടു ബി കറക്റ്റ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHSഉം ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHSഉം ഈക്വൽ ആവണം. അത് കൂടാതെ ആ ഇക്വേഷനിൽ എഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ എവിടെയെങ്കിലും എഡീഷനോ സബ്ട്രാക്ഷനോ ഉണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കണം. മനസ്സിലായോ? യെസ്. നമ്മൾ വെറുതെ പഴയ വേറൊരു ഇക്വേഷൻ കൂടി വെച്ച് പറയാം. v² - u² = 2as. ഈ ഇക്വേഷനെയും നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ LHS ആരാണ്? LHS v² - u². അപ്പൊ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. v² u² കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് v² എന്തായിരിക്കും? ഡയമെൻഷണൽ ഫോർമുല ഓഫ് v² എന്ന് പറയുന്നത് v ആരാ? v വെലോസിറ്റി ആണെങ്കിൽ v² LT⁻². അപ്പൊ L² T⁻². ഡൗട്ട് ഉണ്ടോ? LT⁻² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L² T⁻². ശരിയല്ലേ? u² ഡയമെൻഷണൽ ഫോർമുല എന്താന്ന് വെച്ചിട്ടുണ്ട്? u എന്ന് പറയുന്നതും വെലോസിറ്റി തന്നെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി. പക്ഷെ ഇനീഷ്യൽ വെലോസിറ്റി ആയിക്കോട്ടെ, ഫൈനൽ വെലോസിറ്റി ആയിക്കോട്ടെ, ഇൻസ്റ്റന്റീനിയസ് വെലോസിറ്റി ആയിക്കോട്ടെ, വെലോസിറ്റി ആണോ LT⁻² ആണ് അതിന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പം u² ആയതുകൊണ്ട് അതിന്റെ ഹോൾ സ്ക്വയർ, അതായത് L² T⁻². ശരിയല്ലേ? അപ്പൊ നോക്കി നോക്ക്, സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല അല്ലേ? സബ്ട്രാക്ട് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല അല്ലേ? ആണോ? യെസ്. ഇനി ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. RHS ആരാ അവിടെ? 2as ആണ്. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഓഫ് RHS കണ്ടുപിടിക്കണമെങ്കിൽ 2ന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടോ? ഇല്ല. A ആരാ? A ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല LT⁻². ശരിയല്ലേ? ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല LT⁻². S ആരാ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോർമുല L. അപ്പൊ അങ്ങനെയാണ് L × L² T⁻². നോക്കി നോക്ക്, RHSന്റെ ഡയമെൻഷണൽ ഫോർമുല LHSന്റെ ഡയമെൻഷണൽ ഫോർമുലക്ക് ഈക്വൽ അല്ലേ? RHSന്റെ ഡയമെൻഷണൽ ഫോർമുല LHSന്റെ ഡയമെൻഷണൽ ഫോർമുലക്ക് ഈക്വൽ അല്ലേ? ആണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താ പറഞ്ഞാല് v² എന്ന് പറയുന്നതും u² എന്ന് പറയുന്നതിന്റെയും ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുലയാണ് അല്ലേ? മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാണെങ്കിൽ നമുക്ക് ഇതാ ഈ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ എന്താണ് ചോദ്യം? ft² = w³ / b + a² / t എന്നാണ് ചോദ്യം. അല്ല, ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് തന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഡയമെൻഷണൽ ഫോർമുല ഓഫ് A കണ്ടുപിടിക്കണം, ഡയമെൻഷണൽ ഫോർമുല ഓഫ് B കണ്ടുപിടിക്കണം. കുഴപ്പമുണ്ടോ? ചോദ്യം മനസ്സിലായോ? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് എയും ബിയും എന്താന്ന് അവർക്ക് അറിയില്ല, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമുക്കറിയാം. F ആരാ? ഫോഴ്സ്. T ആരാ? ടൈം. W ആരാ? വർക്ക്. T ടൈം. അപ്പൊ അതൊക്കെ അറിയാം. എയും ബിയും ആരാന്ന് നമുക്ക് അറിയില്ല. എന്റെയും ബിന്റെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എയുടെയും ബിയുടെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, LHS ആരാന്ന് നോക്കുക. സ്വസ്ഥമായിട്ട് LHS ആരാന്ന് നോക്കുക. LHS ആരാ? LHS ft² ആണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS കണ്ടുപിടിക്കാം. F ആരാ? ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? mLT⁻². ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല mLT⁻² ആണ്.
ടി സ്ക്വയർ എന്ന് പറയുന്നത് ടൈമിന്റെ സ്ക്വയറിന്റെ ഡയമെൻഷണൽ ഫോർമുല t⁻². അല്ലേ? കുഴപ്പമുണ്ടോ? അപ്പം ഇതിന്റെ ആൻസർ കിട്ടും ml t⁻² ഇൻറ്റു t⁻² എന്ന് പറയുന്നത് t⁻0. t⁻0. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ ml എന്നും നമുക്ക് എഴുതാം. t⁻0 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പം ml എന്ന് എഴുതാം. എഴുതി. ആയിക്കോട്ടെ, എഴുതി. LHSന്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടി. പിന്നെ നമ്മൾ നോക്കുമ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ ഒരു ടേമുമായിട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് ടേമിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ടേമിന്റെയും ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കോ അൺഈക്വൽ ആയിരിക്കോ? ഈക്വൽ ആയിരിക്കും. വട്ടത്തിലിട്ട രണ്ട് സാധനങ്ങളുടെയും ഡയമെൻഷണൽ ഫോർമുല ഈക്വൽ ആയിരിക്കും. ആ ഡയമെൻഷണൽ ഫോർമുല ആർക്ക് ഈക്വൽ ആയിരിക്കും? ആ ഡയമെൻഷണൽ ഫോർമുല ഇയാളുടെ ഡയമെൻഷണൽ ഫോർമുലക്ക് ഈക്വൽ ആയിരിക്കും. അല്ലെ? അതല്ല നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തത്. നോക്കി നോക്ക്, എസിന്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് യുടെ ഡയമെൻഷണൽ ഫോർമുല. അത് തന്നെയാണ് ½ ഡയമെൻഷണൽ ഫോർമുല. എസിന്റെ ഡയമെൻഷണൽ ഫോർമുല തന്നെയാണ് യുടെ ഡയമെൻഷണൽ ഫോർമുല. അത് തന്നെയാണ് ½ ഡയമെൻഷണൽ ഫോർമുല. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും പറഞ്ഞാല്, ഞാൻ ഇവിടെ ഇങ്ങനെ പറയും. ശ്രദ്ധിച്ചോ. ഡയമെൻഷണൽ ഫോർമുല ഓഫ് w³ divided by b will be equal to dimensional formula of a² divided by b, that is equal to dimensional formula of ft². തെറ്റാണോ ശരിയാണോ? നിങ്ങൾ പറയും. w³ by b ന്റെ ഡയമെൻഷണൽ ഫോർമുല a² യുടെ ഡയമെൻഷണൽ ഫോർമുലക്ക് ഈക്വൽ ആയിരിക്കും. ആ ഡയമെൻഷണൽ ഫോർമുല ft² ഡയമെൻഷണൽ ഫോർമുലക്ക് ഈക്വൽ ആയിരിക്കും. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ ഇത്ര ഭാഗം മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. ഇത്ര ഭാഗം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡയമെൻഷണൽ ഫോർമുല ഓഫ് a² t. അത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഡയമെൻഷണൽ ഫോർമുല ഓഫ് a² t ആണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതിയത്. ഇത് a² t ഈക്വൽ ടു ft² എന്നല്ല. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ft² എന്താ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് ft² എന്താ? ft²ന്റെ ഡയമെൻഷണൽ ഫോർമുല L ആണ്. അപ്പൊ ഞാൻ ഇത് ഈക്വൽ ടു ml എന്ന് എഴുതട്ടെ. തെറ്റാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. അടുത്ത സ്റ്റെപ്പ്, a² ഡിവൈഡ് ബൈ ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ T. ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ T ഇസ് ഈക്വൽ ടു ml. തെറ്റാണോ? അല്ല. അപ്പം ഇവിടെ നോക്കിക്കോ. അപ്പൊ a² ഇസ് ഈക്വൽ ടു mlt. തെറ്റാണോ? അല്ല. അപ്പൊ a ഈക്വൽ ടു എന്തായിരിക്കും? a ഈക്വൽ ടു ആണെങ്കിൽ റൂട്ട് ഓഫ് x എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് x⁻²⁴ അല്ലേ? റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് x⁻² അല്ലേ? പഠിച്ചിട്ടുണ്ടോ? അല്ലേ? അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് x⁻² ആണ്. റൂട്ട് ഓഫ് x എന്താ? x⁻². ഓക്കെ, റൂട്ട് ഓഫ് x എന്താണ്? x⁻². അങ്ങനെയാണെങ്കിൽ ഇവിടെ a ഈക്വൽ ടു റൂട്ട് ഓഫ് mlt എന്ന് പറയുകയാണെങ്കിൽ mlt⁻²⁴. mlt⁻². റൂട്ടിന് പകരം 1/2 ആക്കി. റൂട്ട് ഓഫ് x x⁻² ആണെങ്കിൽ റൂട്ട് ഓഫ് mlt എന്ന് പറയുന്നത് mlt⁻². ഓക്കെ. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു m⁻², l⁻², t⁻². ആരുടെ ഡയമെൻഷണൽ ഫോർമുല? എയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താ കിട്ടിയത്? m⁻², l⁻², t⁻². കിട്ടിയോ? അപ്പം ഒരു ഭാഗത്തിന്റെ ഉത്തരായി. വാട്ട് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ എന്താ കിട്ടിയത്? പറയ്. ദാറ്റ് ഇസ് ഈക്വൽ ടു m⁻²,
L raised to 1 L by raised to 1 by 2. T raised to 1 by 2. Dimensional formula of A നെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി കണ്ടുപിടിക്കണം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഓഫ് W ക്യൂബ് ബൈ ബി ആർക്ക് ഈക്വലാ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് ടി സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലെ? അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഡയമെൻഷണൽ ഫോർമുല ഓഫ് W ക്യൂബ് ഡിവൈഡഡ് ബൈ ബി is equal to dimensional formula of ft square. തെറ്റല്ലല്ലോ? അല്ല. അങ്ങനെയാണെങ്കിൽ W ക്യൂബ്, W എന്ന് പറയുന്ന ആരാ? വർക്ക് അല്ലേ? W ആരാ? വർക്കാണ്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഒന്ന് ഓർത്തു പറയും. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ML2 T raised to minus 2. ML raised to ML സ്ക്വയർ T raised to minus 2. അപ്പൊ W ക്യൂബ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ക്യൂബ് ഇടാം അല്ലെ? ML സ്ക്വയർ T raised to minus 2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ബി ആരാ നമുക്ക് അറിയില്ല, ബി തന്നെ എഴുതിച്ചു. is equal to dimensional formula of ft square എന്താ? ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് ടി സ്ക്വയർ നമുക്ക് അറിയാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് എഫ് ടി സ്ക്വയർ എന്താ? ML എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ബി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ML സ്ക്വയർ T raised to minus 2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ML എന്ന് കിട്ടും. ബുദ്ധിമുട്ടുണ്ടോ? ബീനെ അങ്ങോട്ട് എടുത്തു, ML അങ്ങോട്ട് എടുത്തു. ശരിയല്ലേ? ശരിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എം ക്യൂബ് L raised to 2 ഹോൾ raised to 3 എന്ന് പറയുന്നത് L raised to 2 into 3 L raised to 6. L raised to 2 whole raised to 3 L raised to 2 into 3 L raised to 6 അല്ലേ? T raised to minus 2 whole raised to 3 എന്ന് പറയുന്നത് T raised to minus 2 into 3 minus 6 divided by ഇവിടെയുള്ള M ഇവിടെയുള്ള L. അപ്പൊ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല M ക്യൂബ് ഡിവൈഡഡ് ബൈ M ക്യൂബ് ഡിവൈഡഡ് ബൈ M സ്ക്വയർ L raised to 6 divided by L raised to 5 പിന്നെ ഒരു T raised to minus 6 M square L raised to 5 T raised to minus 6 M square L raised to 5 T raised to minus 6. ക്ലിയർ ആണോ? ആരുടെ ഫോർമുല? അപ്പൊ ബിയുടെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. ബിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ത് കിട്ടി? ബിയുടെ ഡയമെൻഷണൽ ഫോർമുല വി ആർ ഗെറ്റിംഗ് M സ്ക്വയർ L raised to 5 T raised to minus 6. ശരിയല്ലേ? നോ സാർ. എന്താണാവോ നോ സാർ? മനസ്സിലായില്ല എന്നാണോ അതോ തെറ്റിച്ചു എന്നാണോ? ഞാൻ തെറ്റിച്ചോ? അറിയില്ലേ, തെറ്റിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ, ശരിയാണല്ലോ. മനസ്സിലായില്ല എന്നാണെങ്കിൽ ഇവിടെ ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുവരെ ക്ലിയർ ആണോ? ആണ്. അങ്ങനെയാണ് ഈ ബിനെ ഇങ്ങോട്ട് എടുത്തു, ML നെ ഇങ്ങോട്ട് എടുത്തു, റീഅറേഞ്ച് ചെയ്യുക, അത്രല്ലേ ഉള്ളൂ. ഇതൊക്കെ മാത്സിൽ കണ്ടുപിടിക്കുന്നല്ലേ. ബിനെ അങ്ങോട്ട് എടുത്തു, ML നെ അങ്ങോട്ട് എടുത്തു, ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ML സ്ക്വയർ T raised to minus 2 ഹോൾ ക്യൂബ് ഉണ്ട്. ML സ്ക്വയർ T raised to minus 2 ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിനെ M raised to 3 L സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? L square raised to 3 എന്ന് പറയുന്നത് L raised to 2 into 3 that is equal to L raised to 6. അതാണ് ദാ ഇവിടെ L raised to 6 ആയത്.
അല്ലേ? പിന്നെ ടി റേസ് ടു മൈനസ് 2 ഹോൾ റേസ് ടു 3 എന്ന് പറയുന്നത് ടി റേസ് ടു മൈനസ് 2 ഹോൾ റേസ് ടു 3 എന്ന് പറയുന്നത് ടി റേസ് ടു മൈനസ് 2 ഇൻറ്റു 3 അത് എന്താണ്? ടി റേസ് ടു മൈനസ് 6. അതാണ് ഇവിടെ ടി റേസ് ടു മൈനസ് 6 ആയത് അല്ലേ? ടി റേസ് ടു മൈനസ് 6 ആയത് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ക്യൂബ് ഡിവൈഡ് ബൈ എം റേസ് ടു 3 മൈനസ് 1 എം റേസ് ടു 2. എൽ റേസ് ടു 6 ഡിവൈഡ് ബൈ എൽ റേസ് ടു 6 മൈനസ് 1 എൽ റേസ് ടു 5 ടി റേസ് ടു മൈനസ് 6. ശരിയായി. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? Yes, sir. യെസ്. അടുത്തത് ഇങ്ങനെ ഒരു ഇക്വേഷൻ, y is equal to a sin bt plus cx plus d. y is equal to a sin bt plus cx plus d. എന്നിട്ട് നമ്മളോട് പറയാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ബി, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സി, ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഡി. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. എളുപ്പമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പുസ്തകം നോക്കി പഠിച്ചാൽ പോരെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതില് നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരിപാടി ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തില് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? എയുടെ ഡയമെൻഷണൽ ഫോർമുല, ബിയുടെ ഡയമെൻഷണൽ ഫോർമുല, സിയുടെ ഡയമെൻഷണൽ ഫോർമുല, ഡിയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. അതിനുള്ള കുറച്ച് ഐഡിയകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനുള്ള കുറച്ച് ഐഡിയകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല്, ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ പഠിച്ചിട്ടില്ലേ? അതില് തീറ്റ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ അല്ലേ? ആംഗിളാണ്. ആംഗിളിന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാവില്ല. ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗിൾ ഇസ് നോ ഡയമെൻഷൻ. ആംഗിളിന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ പറഞ്ഞത്? ആംഗിൾ ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ആംഗിളിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അതാണ് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു അടിസ്ഥാനമായ സാധനം. അപ്പം സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ അപ്പൊ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? ആംഗിളിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ലെങ്കിൽ സൈൻ തീറ്റക്കും ഡയമെൻഷണൽ ഫോർമുല ഇല്ല, കോസ് തീറ്റക്കും ഡയമെൻഷണൽ ഫോർമുല ഇല്ല, ടാൻ തീറ്റക്കും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഒന്നും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നല്ലേ ഇതിനൊക്കെ പറയാം, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ. അതിനൊന്നും എന്തില്ല? ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റക്ക് ഒന്നും ഡയമെൻഷണൽ ഫോർമുല ഇല്ല. ഇതാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വസ്തുത. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം, ഇതില് y എന്ന് പറയുന്ന ആള് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആരാ? y ആരാ? ഡിസ്പ്ലേസ്മെന്റ്. x എന്ന് പറയുന്ന ആളും ഡിസ്പ്ലേസ്മെന്റ് ആണ്. t എന്ന് പറയുന്ന ആള് ടൈം ആണ്. y-യും x-ഉം ആരാണ്? y ആൻഡ് x ആരാ? ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ t ആരാണ്? ടൈം. അത് നമുക്കറിയാം, t ടൈം ആണ്. ഇതൊക്കെ ഒരു തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനൊന്നും ഡയമെൻഷണൽ ഫോർമുല ഇല്ല എന്നുള്ളത് ഞാനിപ്പോ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് തീറ്റക്കൊന്നും ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത്, ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്ന് പറയുന്നത് സൈൻ്റെ ഉള്ളിലുള്ള സാധനല്ലേ? സൈൻ്റെ ഉള്ളിലുള്ള സാധനല്ലേ ഈ ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡി അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ആംഗിളിന് പകരമാണ് ഈ ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡി ഉള്ളത്.
ആംഗിളിന് പകരമാണ് ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡി ഉള്ളത്. ശരിയാണോ? ശരിയാണോ? യെസ്. അപ്പൊ ഞാൻ പറയാണ് ഈ ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നോ ഡയമെൻഷൻ. ഞാൻ പറയാണ് ബി ടിക്കും സി എക്സ് ബി ടി പ്ലസ് സി എക്സ് പ്ലസ് ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? ഡയമെൻഷണൽ ഫോമിൽ ഇല്ലാന്ന്. എന്താ? ആംഗിളിന് ഡയമെൻഷണൽ ഫോമിൽ ഇല്ലെങ്കിൽ സൈനിന്റെ ഉള്ളില് ആംഗിളിന് പകരമുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവർക്കും ഡയമെൻഷണൽ ഫോമിൽ ഉണ്ടാവരുത്. അവർക്കും ഡയമെൻഷണൽ ഫോമിൽ ഉണ്ടാവരുത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഡീന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഒരേ ഡയമെൻഷണൽ ഫോമിൽ ആയിരിക്കണം എന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഒരേ ഡയമെൻഷണൽ ഫോമിൽ ആയിരിക്കണം എന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? ഈ മൊത്തം ആൾക്കാർക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല പറഞ്ഞാല് ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. അർത്ഥം ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ മനസ്സിലായി. ഡിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും നോ ഡയമെൻഷൻ. ഡിക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. ഡിക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. ഡിക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. എന്താ കാരണം? ഈ മൊത്തം ആൾക്കാർക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല, ഡിക്കും ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. അപ്പൊ ഡിക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. ഇല്ല. ഓക്കെ. അപ്പം അടുത്തത് ഞാൻ പറയട്ടെ, സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ല. സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോമിൽ ഇല്ല. സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ അറിയില്ലേ? എക്സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താ? ഡയമെൻഷണൽ ഫോമുല ഓഫ് എക്സ്. എക്സ് ആരാ? ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷണൽ ഫോമുല എൽ. സി ഇൻറ്റു ഡയമെൻഷണൽ ഫോമുല ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ ആവണം. നോ ഡയമെൻഷൻ ആവണമെങ്കിൽ ഞാൻ പറയാണ് സിന്റെ ഡയമെൻഷണൽ ഫോമുല എൽ റേസ്ഡ് മൈനസ് 1 ആണെന്ന്. ഇത് നോ ഡയമെൻഷൻ ആവണമെങ്കിൽ സിയുടെ ഡയമെൻഷണൽ ഫോമുല എൽ റേസ്ഡ് മൈനസ് 1 ആവണമെന്ന് ഞാൻ പറയാം. എന്താ? നിങ്ങൾ നോക്കി നോക്ക്. എൽ റേസ്ഡ് മൈനസ് 1 ഇൻറ്റു എൽ ചെയ്താൽ എന്ത് കിട്ടും? എൽ റേസ്ഡ് മൈനസ് 1 ഇൻറ്റു എൽ ചെയ്തിട്ട് എൽ റേസ്ഡ് 0. അതായത് നോ ഡയമെൻഷൻ. എൽ റേസ്ഡ് 0 എന്ന് പറയുന്നത് എന്താ? 1 അല്ലേ? അപ്പം സി ഇൻറ്റു എൽ ചെയ്തിട്ട് നോ ഡയമെൻഷൻ ആവണം. സി ഇൻറ്റു എൽ ചെയ്തിട്ട് നോ ആവണമെങ്കിൽ സിയുടെ ഡയമെൻഷണൽ ഫോമിൽ എന്തായിരിക്കണം? സി ഇൻറ്റു എൽ ചെയ്തിട്ട് നോ ഡയമെൻഷൻ ആവണേ. സിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്തായിരിക്കണം? എല്ലിന്റെ ഡയമെൻഷണൽ ഫോമുലയുടെ തല ഉത്തനായിരിക്കണം. എല്ലിന്റെ ഡയമെൻഷണൽ ഫോമുലയുടെ തല ഉത്തനായിരിക്കണം അല്ലേ? അപ്പം സിയുടെ ഡയമെൻഷണൽ ഫോമുല എന്താണ്? എൽ റേസ്ഡ് മൈനസ് 1 ആണ്. എൽ റേസ്ഡ് മൈനസ് 1. എൽ റേസ്ഡ് മൈനസ് 1 ആണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉണ്ടേ പറഞ്ഞോ. നമ്മൾ ആദ്യം അടുത്ത സാധനങ്ങൾ പോണില്ല. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നാല് 1 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ഈ വീഡിയോ തീരും. നമ്മൾ അടുത്ത വീഡിയോ ഇടും. ഈ കിട്ടിയ കാര്യം മനസ്സിലായോ? ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഭാഗം തൊട്ടിട്ടല്ലേ? ആണോ? അപ്പം ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല എന്ന് മനസ്സിലായി. ഇയാൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ഡയമെൻഷണൽ ഫോമുല ഓഫ് ബി ടി എന്താ? ഈക്വൽ ടു ഡയമെൻഷണൽ ഫോമുല ഓഫ് സി എക്സ് ഈക്വൽ ടു ഡയമെൻഷണൽ ഫോമുല ഓഫ് ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു നോ ഡയമെൻഷൻ. ഈ മൊത്തം ആളുകൾക്ക് ഡയമെൻഷണൽ ഫോമിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ടിയുടെ ഡയമെൻഷണൽ ഫോമുല സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമിലേക്ക് ഈക്വൽ ആയിരിക്കും. ആ സി എക്സിന്റെ ഡയമെൻഷണൽ ഫോമുല ഡിയുടെ ഡയമെൻഷണൽ ഫോമിലേക്ക് ഈക്വൽ ആയിരിക്കും. അതിനൊന്നും നോ ഡയമെൻഷൻ, അതിനൊന്നും ഡയമെൻഷണൽ ഫോമിൽ ഉണ്ടാവില്ല. ഡയമെൻഷണൽ ഫോമിൽ ഉണ്ടാവില്ല. ഈ വീഡിയോ ഇപ്പൊ തീരുട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഈ വീഡിയോ തീർന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് തന്നെ തുടരാം കേട്ടോ.